മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു വെറും ഒരു പേരല്ലിത്. കേരളത്തിലെ ലഹരി മാഫിയയുടെ ഡാർക്ക് വെബ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു താക്കോലാണ്. കെറ്റാമലോൺ എന്ന ഓമന പേരിൽ ആഗോള ലഹരി ശൃംഖലയുടെ തലപ്പത്തിരുന്ന എഡിസനെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കുടുക്കിയത് ലഹരി ഇടപാടുകളിലെ സാമ്പത്തിക തർക്കങ്ങളിലൂടെയും ഡാർക്ക് വെബിലെ കുടിപ്പകയിലൂടെയുമാണെന്ന കണ്ടെത്തലുകൾ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഏകദേശം 1 വർഷം നീണ്ട നിരീക്ഷണങ്ങൾക്കും രഹസ്യ അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് NCB ഈ ശൃംഖലയുടെ വേരുകളിലേക്ക് എത്തുന്നത്. ഇന്ന് ഡാർക്ക് വെബ് ലഹരിയുടെ പ്രധാന വിപണന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധാരണ വലയത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗം അനാമിറ്റി ഉറപ്പു നൽകുന്നതിനാൽ നിയമവിരുദ്ധമായ എല്ലാ ഇടപാടുകളുടെയും പറുദീസയാണ്. ഇവിടെ ലഹരി മരുന്ന് വ്യാപാരം സാധാരണ വ്യാപാരം പോലെ നടക്കുന്നുമുണ്ട്. ക്രിപ്റ്റോ കറൻസികളാണ് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത്. എഡിസണും കൂട്ടരും ഡാർക്ക് വെബ് വഴിയാണ് തങ്ങളുടെ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. NCBയുടെ കണ്ടെത്തലുകൾ പ്രകാരം കെറ്റാമലോൺ എന്ന പേര് എഡിസൺ ബാബുവിന്റെ ഡാർക്ക് വെബ് ഐഡന്റിറ്റി ആയിരുന്നു. ഈ പേരിൽ തന്നെ ഇയാൾ ആഗോള ലഹരി സംഘങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നു. ലഹരി ഇടപാടുകളിലെ സാമ്പത്തിക തർക്കങ്ങളാണ് എഡിസനെ കുടുക്കാൻ NCBക്ക് തുണയായത്. ഡാർക്ക് വെബിലെ ലഹരി ഇടപാടുകളിൽ പങ്കാളികളായിരുന്ന ചിലരുമായി എഡിസൺ ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കങ്ങൾ ആഭ്യന്തര കലഹങ്ങളിലേക്ക് നയിച്ചു. ഈ തർക്കങ്ങളാണ് എഡിസനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരാൻ കാരണം. NCB ഇതിനെ ഒരു സുവർണ അവസരമായി കണ്ട് തന്ത്രപരമായി ഈ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. 2023 നടന്ന സംവാഡ കാർട്ടൽ റെയ്ഡിന്റെ ഭാഗമായി കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ നിന്നും KV ഡിയോളിന് വന്ന ഒരു പാർസൽ NCB പിടിച്ചെടുത്തതോടെയാണ് എഡിസൺ ശൃംഖലയുടെ ചുരുളഴിയാൻ തുടങ്ങിയത്. ആ പാഴ്സലിൽ കെറ്റാമിൻ അടങ്ങിയ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നതായി NCB സ്ഥിരീകരിച്ചു. അന്ന് തന്നെ ഡിയോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ NCBക്ക് ലഭിച്ചെങ്കിലും പാഴ്സലിലെ വിലാസം വ്യാജമായിരുന്നതിനാൽ ഡിയോളിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. എങ്കിലും എഡിസണിലേക്കും മറ്റ് കണ്ണുകളിലേക്കുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി NCB ക്ഷമയോടെ കാത്തിരുന്നു. ഈ സമയത്താണ് ലഹരിക്കായി ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത്. NCBയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കെറ്റാമലോൺ എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് എഡിസൺ നടത്തുന്ന ഓഹരി ഇടപാടുകൾ അതിവിപുലമാണെന്നും NCBക്ക് മനസ്സിലായി. ഡിയോളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഡാർക്ക് വെബിലെ നിരീക്ഷണങ്ങളും വഴി NCB എഡിസന്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. 1 വർഷത്തോളം നീണ്ട ഈ നിരീക്ഷണമാണ് ഒടുവിൽ എഡിസനെയും കൂട്ടരെയും കുടുക്കിയത്. എഡിസൺ ബാബു, മൂവാറ്റുപുഴ സ്വദേശി അരുൺ തോമസ്, പറവൂർ സ്വദേശി KV ഡിയോൾ എന്നിവർ ബിടെക് പഠനകാലത്തെ സഹപാഠികളായിരുന്നു. ഇവരുടെ സൗഹൃദമാണ് പിന്നീട് ഒരു വലിയ ലഹരി ശൃംഖലയായി മാറിയതെന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. NCB നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എഡിസണും അരുണും പ്രതികളായ ഒരു കേസും ഡിയോളും ഭാര്യ അഞ്ജു ദേവസിയും പ്രതികളായ രണ്ടാമതൊരു കേസുമാണുള്ളത്. വിദേശത്ത് നിന്നും കെറ്റമിൻ ഇറക്കുമതി ചെയ്ത് അത് ചെറിയ അളവിൽ ഓസ്ട്രേലിയയ്ക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയായിരുന്നു ഡിയോൾ ചെയ്തിരുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് എഡിസന്റെ സജീവമായ സഹായം ലഭിച്ചിരുന്നതായി NCBയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഈ നെറ്റ്വർക്കിലെ പ്രധാന കണ്ണികളായിരുന്നു ഇവർ. ഡിയോളും ഭാര്യ അഞ്ജു ദേവസിയും ചേർന്ന് പാഞ്ചാലിമെട്ടിൽ നടത്തിയിരുന്ന റിസോർട്ട് ലഹരി സംഘത്തിന്റെ പ്രധാന ഒത്തുകൂടൽ കേന്ദ്രമായിരുന്നു. റിസോർട്ടിന്റെ മറവിൽ ലഹരി പാർട്ടികളും വിതരണവും വ്യാപകമായി നടന്നിരുന്നു. 2019 മുൻപ് തന്നെ ഡിയോളും അഞ്ജുവും പാഞ്ചാലിമെട്ടിൽ എത്തിയിരുന്നു. 2021 റിസോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എഡിസൺ, അരുൺ തോമസ് തുടങ്ങിയ ബിടെക് സഹപാഠികളെ കൂടാതെ ഡിയോളിന്റെ പറവൂരിലെ സുഹൃത്ത് സംഘവും ഈ റിസോർട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു. അറസ്റ്റിന് ശേഷം ഡിയോളിന്റെ പറവൂരിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കെറ്റമിൻ സൂക്ഷിച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് റിസോർട്ടിലെ ലഹരി ഇടപാടുകൾക്ക് കൂടുതൽ തെളിവായി. ലഹരി ഇടപാടുകളിലൂടെ എഡിസൺ വൻതോതിൽ പണം സമ്പാദിച്ചിരുന്നതായും NCB കണ്ടെത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ എഡിസണിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിലവിൽ ഒരു ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി 70 ലക്ഷം രൂപയോളം മുടക്കിയിട്ടുണ്ടെന്നും NCB വൃത്തങ്ങൾ പറയുന്നുണ്ട്. ലഹരി ഇടപാടുകളിലൂടെ നേടിയ കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നാണ് NCBയുടെ പ്രാഥമിക നിഗമനം. ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും NCB വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. എഡിസന്റെ കേസ് ഡാർക്ക് വെബിന്റെ മറവിൽ നടക്കുന്ന ലഹരി ഇടപാടുകളുടെ വ്യാപ്തിയും ഭീഷണിയും എടുത്തു കാണിക്കുന്നുണ്ട്. അജ്ഞാതത്വം ഉറപ്പു നൽകുന്നതിനാൽ ലഹരി മാഫിയകൾക്ക് ഇത് ഒരു സുരക്ഷിത താവളമാണ്. ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം ഇത്തരം ഇടപാടുകൾ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കുന്നു. ഇന്റർനെറ്റിലെ ഈ ഇരുണ്ട കോണുകൾ യുവജനങ്ങളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ലഹരിക്ക് അടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ഈ കേസ് ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ NCBക്ക് ഒരു വലിയ വിജയമാണ്. എങ്കിലും ഡാർക്ക് വെബിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ലഹരി വ്യാപാരം നടത്തുന്നവരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കൂടുതൽ സാങ്കേതിക വിദ്യകളും ആഗോള സഹകരണവും ആവശ്യമാണ്. യുവതലമുറയെ ലഹരിയുടെ കെണിയിൽ നിന്നും രക്ഷിക്കാൻ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളും അനിവാര്യമാണ്. എഡിസന്റെ കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ആഗോള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളുടെ ഒരു സൂചന മാത്രമാണ്. ഇത്തരം ശൃംഖലകളെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്.